ഹലോ ഗൈസ്, സാൻസർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഹലുവയാണ്. അതിനായിട്ട് നമ്മൾ രണ്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. രണ്ട് പൈനാപ്പിൾ വെച്ചാണ് നമ്മൾ ഹലുവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഹലുവയാണ്. എളുപ്പം തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. വെറും 3 ചേരുവകൾ മാത്രം മതി ഈ ഹലുവയ്ക്ക്. നിങ്ങളുടെ വീട്ടിൽ 3 ചേരുവകളുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് ഉണ്ടാക്കാം. നമ്മളിവിടെ എടുക്കുന്ന സാധനം പഞ്ചസാര, നമ്മൾ അരിപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ നെയ്യ് എടുക്കുന്നുണ്ട്. ഈ 3 സാധനങ്ങൾ മതി. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചത് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് പാലും ചേർക്കാവുന്നതാണ്. അഥവാ പാലില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തൊലിയെല്ലാം ചെത്തിക്കളയാണ്. പൈനാപ്പിളിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ചെത്തി ക്ലീനാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മൾ 2 പൈനാപ്പിൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ഹലുവയാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അതുപോലത്തെ ടേസ്റ്റിയായ ഒരു ഹലുവയും കൂടിയാണിത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ പൈനാപ്പിൾ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. പൈനാപ്പിളിൻ്റെ നടുവത്തെ ഭാഗമൊന്നും നമ്മൾ എടുക്കുന്നില്ല. ആ കൂഞ്ഞ് നമ്മൾ കളഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂഞ്ഞെടുക്കേണ്ട കാര്യമില്ല, കൂഞ്ഞ് വേണ്ട. അങ്ങനെ നമ്മൾ 2 പൈനാപ്പിളും വൃത്തിയായിട്ട് അരിഞ്ഞെടുത്ത് നമ്മൾ കൂഞ്ഞ് 2 റിമൂവ് ആക്കി കളഞ്ഞു. അതിനി വേണ്ട. ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ പൈനാപ്പിളെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ മിക്സി ജാറിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ജ്യൂസറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ജ്യൂസറില്ലാത്തവർക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇത് അരച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജ്യൂസാക്കി എടുക്കാം. നമുക്ക് ജ്യൂസാക്കി അടിച്ചെടുക്കാം. അപ്പോൾ ജ്യൂസാക്കി അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ജ്യൂസാക്കി നമ്മൾ അടിച്ചൊക്കെ എടുത്തു കഴിഞ്ഞു. ഇതേ ജ്യൂസിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്കങ്ങ് പാചകത്തിലിട്ടങ്ങ് കിടക്കാം. നമ്മളിവിടെ ചെറിയ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം നെയ്യാണ് എടുത്തിരിക്കുന്നത്. പാചകത്തിലോട്ട് അതിനായിട്ട് നമ്മൾ പഞ്ചസാര എടുത്ത അളവിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ. പഞ്ചസാര എടുത്ത അളവിലാണ് നമ്മളിവിടെ വെള്ളം എടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര നല്ലപോലെ ഉരുകി വരണം. ഒട്ടുനൂൽ പരുവത്തിൽ വരണം. ഒട്ടുനൂൽ പരുവത്തിൽ വരെ നമ്മളാക്കിയെടുക്കണം. അവിടെ ഒട്ടുനൂൽ പരുവാക്കുവാണ്. അതിൻ്റെ പഞ്ചസാരയൊക്കെ തളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തിളച്ചൊക്കെ വരുന്നുണ്ട്. നമ്മൾ തവിയൊക്കെ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇതാക്കിയെടുക്കണം. ഒട്ടുനൂൽ പരുവാക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ ഒട്ടുനൂൽ പരുവായി വന്നിട്ടുണ്ട്. ഒട്ടുനൂൽ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കൈതച്ചക്കയുടെ മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് നമ്മൾ കൈതച്ചക്കയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കൈതച്ചക്കയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടല്ല, കുറച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒഴിക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ.
അങ്ങനെ നമ്മൾ മുഴുവനും ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുഴുവനും അങ്ങ് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ മുഴുവനും പൈനാപ്പിൾ ജ്യൂസും ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തേക്കുവാണ്. നമ്മൾ കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ലപോലെ കറക്റ്റ് ആ പരുവത്തിലായി വരണം, അതുവരെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സാക്കുകയാണ് നമ്മളിവിടെ കൂടെ. പിന്നെ നമുക്ക് പച്ചരി നല്ലപോലെ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. കുതിർത്ത് വെച്ച പച്ചരിയാണ്, അത് നമ്മളപോലെ അരച്ചെടുത്തു. ഇനി നമുക്കിത് അലുവയുടെ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അലുവ നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. വീട്ടിൽ പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല പെർഫെക്റ്റ് രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് ഈ ഹലുവ. അതുപോലെ തന്നെ വായിലിട്ട് അലിഞ്ഞു വന്ന ടേസ്റ്റിയായ ഒരു ഹലുവയും കൂടിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വരുന്നുണ്ട്, ശേഷമൊക്കെ കുറുകി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി കറക്റ്റ് ഒരു പരുവത്തിൽ വരണം, അതുവരെ ഇളക്കുക. കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. കൈ വിടാതെ ഇളക്കിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൽവ നല്ല പെർഫെക്റ്റ് രീതിയിൽ കിട്ടും. നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഹൽവ നല്ല പെർഫെക്റ്റ് രീതിയിൽ കിട്ടും. അതായിട്ടാണ് നല്ലപോലെ ഇളക്കുന്നത്. ഞങ്ങൾ പാലൊക്കെ ചേർത്ത് കൊടുത്തു. പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പാലുള്ളവർ മാത്രം ചേർത്താൽ മതി. നമ്മളിവിടെ പാലൊക്കെ ചേർത്ത് കൊടുത്തു. നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 100 ഗ്രാം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുഴുവൻ നെയ്യും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഫുഡ് കളറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ പൈനാപ്പിളിൻ്റെ ആ നാച്ചുറൽ കളർ രീതി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പൈനാപ്പിളിൻ്റെ കളറിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഫുഡ് കളർ പോലെ തന്നെ കെമിക്കൽ സാധനങ്ങളൊന്നും നമ്മൾ ഈ അലുവയ്ക്കകത്ത് ചേർക്കുന്നില്ല. എല്ലാം നാച്ചുറൽ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എളുപ്പം തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു അലുവയും കൂടിയാണ്. ഇപ്പോൾ കൈതച്ചക്കയുടെയൊക്കെ സീസണാണ്. നിങ്ങളുടെ വീട്ടിൽ പറമ്പിലൊക്കെ കൈതച്ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഇളക്കി മിക്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇളക്കിലാണ് കാര്യം. കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു കാരണവശാലും കൈ വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അലുവ അടുക്കി പിടിക്കുക, അങ്ങനെ കരിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അലുവ നല്ലതായിട്ട് കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ കൈ വിടാതെ ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇളക്കിയാലേ മതി. അപ്പോൾ നമ്മുടെ അലുവ അത്യാവശ്യം പെർഫെക്റ്റ് രീതിയിലായി വരുന്നുണ്ട്. നമ്മുടെ ഇളക്കിലാണ് കാര്യം. കൈ വിടാതെ ഇളക്കുക മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ അലുവ കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൈ വിടാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അലുവയൊക്കെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു പരുവത്തിലായി വരുന്നുണ്ട്. കൈ വിടാതെ വേണം ഇളക്കാൻ. നമ്മൾ അലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു വട്ടപാത്രത്തിൽ നമ്മൾ അല്പം എണ്ണയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചേക്കുവാണ്. അതിലോട്ട് നമ്മൾ ഈ അലുവയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തവി വെച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ. നമ്മളിതൊരു 4-5 മണിക്കൂർ വെച്ചാൽ അത്ര നല്ലതാണ്. ഇത് നിങ്ങളിപ്പോൾ വൈകിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ രാവിലെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് രീതിയിലും കിട്ടും. നമ്മൾ അലുവ ലെവലാക്കി കൊടുക്കുകയാണ്.
ഞങ്ങൾക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാവുന്നതാണ്. അപ്പോൾ 3 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ ഹലുവ റെഡിയാവുന്നതായിരിക്കും. ഹലുവ നമ്മളിനിയും ഒരു 3 മണിക്കൂർ വെക്കാൻ വേണം. 3 മണിക്കൂർ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹലുവയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് അങ്ങ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ രാവിലെ എടുക്കുന്നതാണ് ഇച്ചിരി നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഹലുവ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്, പെട്ടെന്ന് നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹലുവയും കൂടിയാണ്. അപ്പം കൈതച്ചക്കയൊക്കെ കൊണ്ട് സീസണാണ്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അതുപോലത്തെ ടേസ്റ്റി ഹലുവയും കൂടിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് രീതിയിൽ പറയുക. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് പറഞ്ഞാലും മതി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.